മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളും അവരോട് പെരുമാറുക. ദൈവവചനത്തിൽ യേശുവിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ഈ ഒരു തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കുകയാണ്. നമ്മുടെ പെരുമാറ്റവും നമ്മുടെ പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് എത്രമാത്രം ഹൃദ്യമാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുവാനാണ് തിരുവചനം നമ്മളെ പറഞ്ഞു വയ്ക്കുക. സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ പെരുമാറ്റങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളിൽ അനുദിനം ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അത് നമുക്ക് തിരികെ ലഭിക്കും. നേരെ മറിച്ച് കോപത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ, തിരിച്ചു ലഭിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം തിരുവചനം വളരെ ലളിതമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുന്നതോടൊപ്പം മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രവർത്തനങ്ങളെ നാം എത്രമാത്രം വിലയിരുത്തുന്നു, അതെത്രമാത്രം മറ്റുള്ളവർക്ക് യോജിച്ചതായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്നിപ്പോൾ പറഞ്ഞു വയ്ക്കുക. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുവിൻ എന്ന വചനം പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മളുടെ പ്രവർത്തനങ്ങളെ എത്രമാത്രം ദൈവിക നീതിക്കും നന്മയ്ക്കും ഉതകുന്ന രീതിയിൽ കാഴ്ചവെക്കുന്നുവോ, ആ രീതിയിൽ ആ പ്രവർത്തനങ്ങൾ നമുക്ക് മറ്റുള്ളവരിൽ ലഭിക്കും. നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവിൻ, അവർ നിറച്ച് ഉലുക്കി നിങ്ങളുടെ മടിയിൽ അനുഗ്രഹങ്ങൾ ഇട്ടുതരുമെന്ന് വചനം നമ്മൾ പറഞ്ഞു വയ്ക്കുകയാണ്. ഈ ഒരു വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മളെ പരിശോധിക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ പെരുമാറ്റങ്ങളും മറ്റുള്ളവരോട് സ്നേഹത്തിൻ്റെതായി തീരുവാൻ എപ്പോഴും പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. ഈ ഒരു നല്ല ദിനം ദൈവാനുഗ്രഹത്തിൻ്റെ കൃപകളാൽ നിറയപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.